നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. 6 വർഷം മുൻപാ ഞങ്ങളുടെ കല്യാണം നടന്നത്. വളരെ സന്തോഷത്തോടെയാ വിനയ് എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. പക്ഷേ ആ സന്തോഷം ആദ്യരാത്രിക്ക് തൊട്ടു മുൻപ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി പ്രഭാവതി അമ്മ വിനയുടെ ചെവിയിൽ എന്തോ ഉപദേശിച്ചു കൊടുത്തു. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ അത് സ്ത്രീധനത്തിന്റെ വിഷയമായിരിക്കും. ഡൗറിയുടെ കാര്യത്തിൽ ഒരു ചെറിയ തർക്കം വിവാഹ നിശ്ചയത്തിന്റെ അന്നു മുതലേ ഉണ്ടായിരുന്നു. ഏതായാലും ആ രാത്രി മുതലാ വിനയ് എന്നിൽ നിന്നും അകലാൻ തുടങ്ങിയത്. കാരണം എന്താണെന്ന് ഗാർഗി വിനയോട് ചോദിച്ചില്ലേ? ഞാനത് ചോദിക്കാതിരിക്കൂ? ഒരു കുഴപ്പമില്ലാതെ എന്നോട് വളരെയധികം സ്നേഹത്തിൽ ഇടപഴകിയിരുന്ന ഒരാൾ, എന്തു പ്രശ്നമുണ്ടായാലും ഒരിക്കലും നമ്മൾ തമ്മിൽ പിണങ്ങില്ലെന്ന് എനിക്ക് വാക്ക് തന്നിരുന്ന ഒരാൾ, ആ ആള് പെട്ടെന്ന് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാത്ത വിധത്തിൽ അകന്ന എനിക്കത് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു. ഒന്നല്ല, 100,000 വട്ടം. പല ദിവസങ്ങളിലായിട്ട് ഞാനത് ചോദിച്ചു. പക്ഷേ വിനയ് എന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തന്നതേയില്ല. ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയപ്പോ പിന്നെ ഞാൻ മടിച്ചു. ഇനി അത് ചോദിക്കില്ലെന്ന് ഞാൻ ഉറച്ചു. എന്തുദ്ദേശിച്ചിട്ടായിരിക്കും പ്രഭാവതി അമ്മ വിനയുടെ മനസ്സ് മാറ്റിയെടുത്തത്? ഇനി അത് ചെയ്യാൻ നിൽക്കേണ്ട പാർവതി. വിനയുടെ കല്യാണം പ്രഭാവതി അമ്മയുടെ പ്രതീക്ഷകൾക്കൊപ്പം ഉയർന്നില്ല, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വിവാഹം പ്രഭാവതി അമ്മയുടെ കണ്ണിൽ തന്നെ ഒരു പരാജയം ആയതുകൊണ്ടാ വിശാൽ ബ്രോയെ തന്റെ ഇഷ്ടത്തിനും ചൊൽപ്പടിക്കും അനുസരിച്ച് ഒരു പെണ്ണിനെ കണ്ടെത്തി വിവാഹം നടത്താന്ന് അമ്മ തീരുമാനിച്ചത്. ബ്രോയുടെ ഭാര്യയായി വരുന്ന പെൺകുട്ടിയെ മുൻനിർത്തി തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കണം. ഈ കുടുംബത്തിലെ മുഴുവൻ സ്വത്തുക്കളും തന്റെ കൺട്രോളിൽ നിർത്തണം. അതായിരുന്നു ബ്രോയുടെ വിവാഹം നടത്തുമ്പോ അമ്മയുടെ ഗൂഢ ഉദ്ദേശം. പക്ഷേ പ്രഭാവതി അമ്മ മനസ്സിൽ കണ്ടതെല്ലാം മുകളിലിരിക്കുന്ന ഈശ്വരൻ തിരുത്തിക്കുറിച്ചു. അതുകൊണ്ടാ ഈ നിൽക്കുന്ന പെൺസിംഹം ബ്രോയുടെ ഭാര്യയായി വന്നത്. ഇനി പ്രഭാവതി അമ്മയുടെ കളികൾ വല്ലതും എവിടെ നടക്കൂ? നീ ഉള്ളപ്പോ അതൊന്നും നടക്കില്ല. അത് പിന്നെ ഉറപ്പല്ലേ? ഇനി പ്രഭാവതി അമ്മയുടെ ഒരു കുതന്ത്രവും ഇവിടെ ഫലിക്കില്ല. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കില്ലേ? അതവർക്കും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാ നിന്നോട് പക വീട്ടാനായി വിനയെ വരുതിയിൽ നിർത്തിക്കൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഭ്രാന്ത് പിടിച്ചതുപോലെ അവര് പെരുമാറുന്നത്. ഗാർഗി, അമ്മമാരവരുടെ മക്കളെയൊക്കെ പാലൂട്ടി തേനൂട്ടി വളർത്തിയാലും അനുസരിപ്പിച്ചാലും ആ മക്കളെ വരുതിയിൽ നിർത്താനുള്ളൊരു മന്ത്രം നമ്മള് ഭാര്യമാർക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.